ലൈഫ് ഓഫ് അനന്തു ചെയ്ത ഒരു വീഡിയോ ബേസ് ചെയ്തിട്ട് കുറേ അധികം പേര് പറയുന്നുണ്ടായിരുന്നു ഈ ഒരു ടിഷ്യൂ അല്ല അതൊരു ലിപ്സ്റ്റിക് ആണ് എന്നുള്ള രീതിയിൽ. ഞാൻ അന്നലെ പറഞ്ഞിരുന്നു ഈ ഒരു വിഷയത്തിൽ എനിക്ക് തെളിവൊന്നും കിട്ടാതെ പറയാൻ ഒക്കത്തില്ല. അപ്പോൾ സമ്മർ മീഡിയയാണ് ഈ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തെന്ന് തോന്നുന്നു. ഞാൻ അത് കണ്ടിട്ടാണ് ഞാനും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. ലൈഫ് ഓഫ് അനന്തു ഒരു വിഷയം എടുത്ത് ഡീൽ ചെയ്യുമ്പോൾ കൃത്യമായി അവൻ നോക്കും. തെളിവില്ലാതെ അങ്ങനെ പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഏകദേശം അത് കറക്റ്റ് ആയിരിക്കാനാണ് ചാൻസ്. ലിപ്സ്റ്റിക് തന്നെയായിരിക്കാം, ലിപ്സ്റ്റിക് എടുത്തുകൊണ്ട് പോയതായിരിക്കാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, വിഷയം നമ്മളവിടെ തന്നെ നിൽപ്പുണ്ട്. ഇതിപ്പം തെളിവുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ പോട്ടെ, സെക്കൻഡറിയാണ്. ഇവിടെ അക്ബർ ഇന്നലെ കാണിച്ച പെർഫോമൻസ് ഒക്കെ തന്നെ ഫേക്കാണെന്ന് തെളിയിക്കുന്ന തക്കവണ്ണം തന്നെയാണ് അവസാന നിമിഷം നെവിനോടാണോ ഒനിലിനാണോ എന്ന് അറിയത്തില്ല, അക്ബർ പറഞ്ഞിട്ടുണ്ട്. അതെ, എന്നോട് പറഞ്ഞു അത് അച്ഛൻ്റെ നമ്പർ തന്നെയാണ് തന്നതെന്ന് അവർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടും വീണ്ടും അനുമോളെ ഡീഗ്രേഡ് ചെയ്യാൻ അക്ബർ അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അക്ബർ കാണിച്ചത് തിരിച്ചെടുത്തരം തന്നെയല്ലേ. അപ്പം നമ്മുടെ വിഷയം അതാണല്ലോ. നമ്മുടെ വിഷയം എന്താണ്? ആദിലയ്ക്കും നൂറയ്ക്കും വേണ്ടിയിട്ട് ഒരു പേപ്പറിൽ അവരുടെ അച്ഛൻ്റെ നമ്പർ എഴുതി കൊടുക്കുന്നു. ഇതിനകത്ത് രണ്ടുണ്ട് കാര്യം. ഈ അച്ഛൻ്റെ നമ്പർ എഴുതി കൊടുക്കുമ്പോൾ എന്തെങ്കിലും പറയണമോ എന്ന് അവർ ചോദിക്കുന്നു. അതൊരു ഹിൻ്റാണ്. ആ ഹിൻറ്റിന് അനുമോൾ കറക്റ്റായിട്ട് ഉത്തരം കൊടുത്തിരിക്കുന്നു. ഞാനിവിടെ ഇങ്ങനെയാണ്, എനിക്കിങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വളരെ നല്ല രീതിയിൽ അനുമോൾ പറഞ്ഞു കൊടുക്കുന്നു. അതിൻ്റെ കൂടെ ഒരു കാര്യം പറയുന്നുണ്ട്, എന്നെ ഒരുപാട് ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട്, അക്കാര്യം കൂടെ പറയണം. അതിപ്പോൾ പറഞ്ഞില്ലേ, എന്നെ കരിവാരി തേക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ പറയണം. അതൊരു ഹിൻ്റാണ്. അവരുടെ പേരൻസിന് അനുമോൾ കൊടുക്കുന്നൊരു ഹിൻ്റാണ്. ആ ഹിൻ്റ് അനുസരിച്ചിട്ട് പേരൻസിന് PR ടീമിനോട് ഈ കാര്യം പറയാൻ പറ്റും. അത് സത്യമായ കാര്യം തന്നെയാണ്, അതിനകത്ത് കള്ളത്തരമൊന്നുമില്ല. അത് ഞാൻ പറയുന്നില്ല, ഇപ്പോൾ PR അങ്ങനെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ PR നമ്പർ കൊടുത്തു എന്നൊരു മുട്ടൻ നുണ പറഞ്ഞതാണ് പ്രശ്നം. അതങ്ങനെയല്ലല്ലോ, അവൾ PR നമ്പർ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും അഡമൻ്റായി നിന്നത് എന്താണ്? ഞങ്ങൾക്ക് PR നമ്പർ എഴുതി തന്നിരുന്നു, അതിനകത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് ആദ്യമേ ആദില പറഞ്ഞെങ്കിൽ ഈ ആദിലയ്ക്കോ നൂറയ്ക്കോ ഒരു മൈനസ് അവിടെ വരത്തില്ല. പക്ഷെ എന്താണെന്നറിയാമോ, ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ വേണ്ടി, വ്യക്തി അധിക്ഷേപത്തിന് വേണ്ടി ഇവർ വളഞ്ഞു മൂക്കി പിടിക്കും. അതുകൊണ്ട് ഇവർ പറയാൻ ഉദ്ദേശിക്കുന്ന സാധനം എക്സാക്ട്ലി കിട്ടത്തില്ല. ആദിലയുടെ നൂറയുടെ വിഷയം ഞാൻ പറയാം. നമ്മുടെ കുടുംബത്തിൽ ഇതുപോലൊരു വിഷയം നടന്നാൽ അടി കിട്ടും, തർക്കം വേണ്ട. അപ്പം ഞാനൊരു പ്രണയത്തിൽ പോകുന്നു, എൻ്റെ വീട്ടുകാർക്ക് അത് ഇഷ്ടമില്ലെങ്കിൽ മുട്ടൻ ഇടി എനിക്ക് കിട്ടും. എൻ്റെ അനിയച്ചാർ പോലും എന്നെ കയറിയിരുന്ന് ഇടിക്കും. ഒരു തർക്കവും വേണ്ട, അത് സംഭവിക്കും. നമ്മളിത് പുറത്ത് പറയുമ്പോൾ എങ്ങനെ പറയണം? അവർക്ക് ആ ഒരു ബന്ധത്തിൽ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞങ്ങളെ ഒരുപാട് തല്ലിയിട്ടുണ്ട്, എന്നെ ഒരുപാട് തല്ലി. എൻ്റെ പേരൻസ് തന്നെയാണ്, പക്ഷെ എന്നെ ഒരുപാട് അടിച്ചു. ഇതൊരു രീതി. അതേസമയം ആദിലയും നൂറെ അതെങ്ങനെയാണ് അവതരിപ്പിച്ചത്? ഈ ബന്ധത്തിൽ അവർക്ക് താല്പര്യമില്ല, അതുകൊണ്ടല്ല. ഞാൻ ഈ ഒരു ബന്ധത്തിന്റെ കേസുമല്ല അവർ പറയണത്. ഞങ്ങളെ ബലാത്സംഗത്തിന് ശ്രമിച്ചു, ഞങ്ങളെ മുറിക്കകത്തിട്ട് അച്ഛൻ ബലാത്സംഗം ചെയ്തു, അമ്മ പുറത്ത് കാവൽ നിന്നു. ഇതൊക്കെ നടക്കുന്ന കേസാണോ? നീ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം പറയും. ഇപ്പൊ പ്രണയമാണെങ്കിൽ വീട്ടിൽ ചിലപ്പോൾ അമ്മയുടെ കമന്റ് എന്താ പറയും? കാമപ്രാന്താണോടി, നിനക്ക് അത്ര കാമം മൂത്ത് നിൽക്കുവാണോടി, ഇതൊക്കെ ചോദിക്കും. നമ്മുടെ അമ്മ തന്നെയാണ് ചോദിക്കുന്ന. അത് നമ്മൾ പറയുമോ? പുറത്തു വന്നിട്ട് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് കാമപ്രാന്താണോ എന്ന് ചോദിച്ചു. ഇതൊക്കെ നമ്മൾ പറയുമോ? അവർക്ക് എതിർപ്പായിരുന്നു. അവർ ഞങ്ങളെ ഒരുപാട് ദേഷ്യപ്പെട്ടു, മോശപ്പെടുത്തി പറഞ്ഞു. ഇതല്ലേ പറയുള്ളൂ. അത് എങ്ങനെ അവതരിപ്പിക്കണമെന്ന് അറിയാതെ, അല്ലെങ്കിൽ അവരത് മറ്റുള്ളവരത് മനസ്സിലാക്കൂ എന്നുള്ള ബോധമില്ലാതെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. വിഷയം അതാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. അനുമോള് നമ്പർ കൊടുത്തത് അവരുമായി കോണ്ടാക്ട് വെക്കാനുള്ള ഇന്റൻഷൻ ആണ് എങ്കിൽ അനുമോള് ഈ ഒരു വസ്തുത അവിടെ പറഞ്ഞിട്ടുണ്ട് അവരുതാണ്. പക്ഷെ അനുമോൾ അത് പറഞ്ഞിട്ടുണ്ട്. അനുമോൾ പറയുന്നുണ്ടല്ലോ എനിക്കിവിടെ ബ്ലാക്ക് മാർക്കാണ്. അത് ഒരു ഹിൻ്റാണ് കൊടുക്കുന്നത്. അത് പുറത്ത് എത്തിയാലും എത്തിയില്ലെങ്കിലും അത് കൃത്യമായി അവിടെ മനസ്സിലാക്കാൻ ആളിരിപ്പുണ്ട്. അനുമോളുടെ പേരൻസ് ഡേ നൈറ്റ് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ തീർച്ചയായിട്ടും അതിന്റെ നടപടി എടുക്കും. അത് അനുമോൾക്കും അറിയാം. പിന്നെ എന്തിനാ ഹിന്റ് കൊടുക്കുന്നത്? അത് അനുമോളുടെ ഭാഗത്തെ തെറ്റാണ്. ഇനി ഇത് അതിനുശേഷം ഒരു സംഭാഷണത്തിൽ നൂറ തന്നെ പറയുന്നുണ്ട്, എന്നെ ഉപദ്രവിക്കരുത്, ഇതിനകത്ത് ഞാനില്ല, നിങ്ങൾ തമ്മിലുള്ള സംഭാഷണമായിരുന്നു, ഇത് ഞങ്ങൾ വേസ്റ്റ് ബക്കറ്റിൽ കീറി കളഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ ടിഷ്യൂ അവിടെ ഉണ്ടായിരുന്നു, ടിഷ്യൂ അത് കീറി കളഞ്ഞു എന്ന് നൂറ സമ്മതിക്കുന്നുമുണ്ട്. അവിടെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ലിപ്സ്റ്റിക് എടുത്തുകൊണ്ട് പോയതോ ആകട്ടെ, വേറെന്ത് എടുത്തുകൊണ്ട് പോയതോ ആകട്ടെ, എന്ത് തന്നെ ആയിരുന്നാലും അവിടെ ആ വിഷയം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയല്ലേ. അപ്പം ടിഷ്യൂവിൽ അവൾ എഴുതി കൊടുത്തിരുന്നത് അവളുടെ അച്ഛൻ്റെ പേരാണ്, അച്ഛൻ്റെ നമ്പറാണ്. അതേപോലെ തിരിച്ചു കൊടുത്ത നമ്പർ അവളും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരും ഒന്നും കളയത്തില്ല. അനുമോൾ പ്രത്യേകിച്ച് ഒരു വകയും കളയത്തില്ല. 1-ാം വയസ്സിൽ അവൾ പല്ല് തേച്ച ബ്രഷ് വരെ അവൾ എടുത്ത് വെക്കുന്ന സാധനം. അപ്പം തീർച്ചയായിട്ടും അത് ഉണ്ടാകും. ഇത് വിഷയം ഇത്രയേ ഉള്ളൂ. അപ്പം ലൈഫ് ഓഫ് അനന്തിന് അതൊരു ടോപ്പിക്ക് മാത്രമാണ്. അത് അങ്ങനെയല്ല എന്ന് പറയുന്നത് അവൻ കൃത്യമായി അവളുടെ നമ്പർ ഞാൻ തംബ്നെയിലിൽ വെച്ചിട്ടുണ്ട്. അതിലുടെ കയ്യിലിരിക്കുന്ന ലിപ്സ്റ്റിക്കിൻ്റെ അത് സെയിം ലിപ്സ്റ്റിക് തന്നെയാണ് ഇരിക്കുന്നത്. വിശ്വാസയോഗ്യമായ രീതിയിൽ തന്നെയാണ് ലൈഫ് ഓഫ് അനന്തു അത് അവതരിപ്പിച്ചിരിക്കുന്നത്. തർക്കമൊന്നുമില്ല കേട്ടോ. ഞാൻ അവളുടെ ചാനലാണ് ഇത് വന്നതെന്ന് വിചാരിച്ചു. ഞാൻ അവളുടെ ചാനൽ ഇനി കാണത്തേ ഇല്ല എന്ന് തീരുമാനിച്ചു വെച്ചിരിക്കുന്നതായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം കറക്റ്റ് തന്നെയാണ്. അതിൽ നമ്മൾ പാനിക് ആവേണ്ട കാര്യമില്ല. പക്ഷെ പ്രോബ്ലം അവിടെ നടക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനുമോളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അനുമോളെ തീർക്കാൻ വേണ്ടി ഇവർ ട്വിസ്റ്റ് അടിച്ച് പറയുന്നു. പലതും ട്വിസ്റ്റ് അടിച്ച് പറയുന്നതിലാണ് ഇവർക്ക് നെഗറ്റീവ്സ് വരുന്നത്. അത് അനുമോളെ ടാർഗറ്റ് ചെയ്ത ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഉണ്ട്. നമ്മൾ ഒരാളെ തീർത്ത് കെട്ടാൻ വേണ്ടി പറയുന്നതും സത്യം പറയുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. സത്യാവസ്ഥയാണ് അതിലെ നൂറേം പറഞ്ഞെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു ഡിഗ്രേഡ് ഉണ്ടാവില്ല. അവരിങ്ങനെ ആരും മോശം പറയത്തില്ല.
അവരെന്ത് പറയണമായിരുന്നു? ഇനി അക്ബറിന്റെ ഉമ്മായിയുടെ കാര്യം നമ്മളാരും കേട്ടിട്ടില്ല. ഒരുപക്ഷെ ആദിലയും നൂറയും നുണയായിരിക്കും പറയുന്നുണ്ടാവുക. പലരും പറഞ്ഞു ആര് കേട്ടു എന്ന് എടുത്ത് ചോദിക്കുന്നു. മോഹൻലാൽ വരെ ചോദിക്കുന്നു. അപ്പൊ ധൈര്യസമേതം മോഹൻലാൽ അത് ചോദിക്കുന്നുണ്ടെങ്കിൽ ആദില നൂറ കയ്യിൽ നിന്നിട്ട് പറഞ്ഞതായിരിക്കും. അവിടെ ആരുമായിട്ടും അധികം കൂട്ടുകൂടണ്ട എന്ന് പറഞ്ഞതിനെ വളച്ചൊടിച്ചു എന്ന് അക്ബറിന്റെ ഉമ്മായും പറയുന്നുണ്ട്. ഓർത്ത് നോക്ക്, നമുക്കിത് കിട്ടുമ്പോൾ നമ്മൾ ഏറ്റവും മോശമായിട്ട് അങ്ങ് പറയുകയും ചെയ്യും. നമുക്കിത് സഹിക്കാൻ പറ്റുന്ന കാര്യവുമല്ല. അപ്പോൾ അക്ബറിന്റെ വീട്ടിലുള്ളവരെ കയറ്റണ്ട എന്ന് പറഞ്ഞു എന്ന കാര്യം പറഞ്ഞ് കരഞ്ഞത് ആദിലയും നൂറയാണ്. അത് ഒരു പക്ഷേ അവർക്ക് ഫീൽ ചെയ്തായിരിക്കും, ഗട്ട് ഫീലിംഗ് അവർക്കും ഉണ്ടാവുമല്ലോ, അവർക്കുണ്ടായ കോംപ്ലക്സ് ആയിരിക്കാം. അത് ഇനി അവർ ക്ലിയർ ചെയ്യണം. അക്ബറും ആദിലയും നൂറയും അത് ക്ലിയർ ചെയ്യണം. അങ്ങനെ ഒരു കാര്യം ഉമ്മ പറഞ്ഞിട്ടുണ്ട്. ഉമ്മ ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്നു പറയാം, അക്ബറിന്റെ ഉമ്മ ഒരു ഇന്റർവ്യൂവിൽ വന്ന് പറയുന്നുണ്ട്, ഐ റിയലി ഫീൽ സോറി, ആ ഒരു കാര്യം കേട്ടപ്പോൾ പക്ഷേ അവരുമ്മ ഒരുപാട് പറഞ്ഞല്ലോ എന്ന് എനിക്ക് ഫീലും ചെയ്തിരുന്നു. പക്ഷേ അവരത് പറഞ്ഞിട്ടില്ല എന്ന് അവർ അടിച്ചു പറയുന്നു. ഞാൻ അങ്ങനെയൊന്നുമല്ല, അവിടെയുള്ള അധികം ആരുമായിട്ടും വലിയ ചങ്ങാത്തത്തിന് പോകണ്ട. പക്ഷെ അങ്ങനെ ചങ്ങാത്തത്തിന് പോകണ്ട എന്ന് പറയുമ്പം അതിലെ നൂറയും തന്നെ ആകാനും ചാൻസ് ഉണ്ട്. രണ്ടാണ്. അപ്പം നമ്മളിതൊക്കെ നമ്മൾ അസ്യൂം ചെയ്ത് പറയുന്നതും നമ്മളിത് കണ്ട് മനസ്സിലാക്കി പറയുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ ഇന്നലെ വരെ മൗനമായിരുന്നതിൻ്റെ റീസൺ ഈ ടിഷ്യൂ എടുത്തുകൊണ്ട് പോകുന്നതിന് തെളിവില്ല. അപ്പോൾ ആ തെളിവായിട്ട് ഇത് സമ്മർ മീഡിയയാണ് പബ്ലിഷ് ചെയ്തത്. സമ്മർ മീഡിയയ്ക്ക് അങ്ങനെ കണ്ടു കാണും, അതുകൊണ്ടായിരിക്കാം അത് പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ അത് അവർ സമ്മതിച്ച കാര്യമാണ്, കുറ്റം ഏറ്റ കേസാണ്. നൂറ അത് സമ്മതിച്ചു കൊടുത്തതാണ്. ആൻഡ് നൂറയ്ക്ക് ആ കുറ്റബോധം ഉള്ളത് കൊണ്ടാണ് ഇന്ന് അനുമോളോട് നൂറ സംസാരിക്കാൻ പോയിട്ടുള്ളത്. ആകെ മൊത്തത്തിൽ ഈ വിഷയത്തിൽ വളരെ ക്ലിയർ ആയ ഒരു കാര്യം, പിറകിൽ നിന്നല്ല മുന്നിൽ നിന്ന് നെഞ്ചിലേക്ക് ആഞ്ഞുകുത്തിയ രണ്ട് വ്യക്തികളാണ് ആദിലയും നൂറയും. അത് അവരുടെ ആ ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള കളികളിൽ നിന്ന് മനസ്സിലാക്കാം. ഈ പെൺകുട്ടികളുടെ ഉള്ളിൽ വൈര്യമുണ്ട്, അപമാനഭാരമുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവർ അനുഭവിച്ചിട്ടുണ്ട്. അതിൽ നൂറ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. അത് ഇല്ലാതെയല്ല ഞാനിത് പറയുന്നത്. പക്ഷെ അത് ഓവർകം ചെയ്യാൻ അവർക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞു കൊടുക്കാനും ആളില്ല, അത് കൃത്യമായി ഗൈഡ് ലൈൻ ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ട് മാത്രമാണ് ആ കുട്ടികൾ ഇങ്ങനെ ആയിപ്പോയത്. അതിൽ മറ്റൊരു വിഭാഗം അവരെ വെച്ച് മുതലെടുക്കാൻ ശ്രമിക്കുന്ന ശ്രമത്തിൽ അവരെ കൊണ്ട് കുഴി ചാടിച്ചതാണ്. അത് ആ പിള്ളേർക്ക് മനസ്സിലാവത്തില്ല. നല്ല ലെവലിൽ അവർ തരികിടയായി തരിപ്പണമാകുമ്പോൾ മാത്രം അവർക്ക് റിയലൈസ് ആകുന്നതാണ്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന് പറഞ്ഞ് പിന്നെ കുറേ ടൂർ നടത്തുക, ഇതൊന്നുമല്ല. ഇതിപ്പം ജാസ്മിൻ ചെയ്തില്ലേ, ഇതിൽ നിന്ന് ഇറങ്ങിയ ഉടനെ നമ്മളെയൊക്കെ ഒരുമാതിരി ഊശിയാക്കുന്ന കണക്ക് അവൾ എല്ലായിടത്തും ടൂറിനൊക്കെ പോയി എന്തോ ചെയ്തു. കഴിഞ്ഞില്ലേ, ഒരു കൊല്ലം നീ ടൂറിന് പോയി, അത് കഴിഞ്ഞാൽ പിന്നെയും പഴയ 16ലേക്ക് മടങ്ങേണ്ടി വരും. അതേസമയം ഐ മേഡ് എ മിസ്റ്റേക്ക്, എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി, അങ്ങനെ ഒരു പ്രഷർ കുക്കറിൽ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് പൊതുസമൂഹത്തിനോടൊരു മാപ്പാണ് അവൾ പറഞ്ഞിരുന്നെങ്കിൽ സൂപ്പറായനെ. എവരി വൺ ഇൻക്ലൂഡിങ് മീ സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഇൻക്ലൂഡിങ് മീ എന്ന് പറയുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച വ്യക്തിയാണ് ജാസ്മിൻ. എന്നാലും ഞാൻ സപ്പോർട്ട് പറയുമായിരുന്നു. നമുക്കൊരു വേ ഓഫ് ടോക്ക് ഉണ്ട്. നമ്മുടെ കയ്യിൽ നിന്നൊരു മിസ്റ്റേക്ക് വന്നാൽ മിസ്റ്റേക്ക് ഈസ് ഓൾവേസ് എ മിസ്റ്റേക്ക്. അതിന് നമുക്ക് അഡ്മിറ്റ് ചെയ്യാം, റിഗ്രറ്റ് ചെയ്യാം, പശ്ചാത്തപിച്ച് മടങ്ങ് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ്, അത് ചെയ്തില്ലല്ലോ ഈ കുട്ടികൾ. അപ്പം ആ വിഷയം അതാണ്. അപ്പം അതിനകത്ത് നിന്ന് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അവർ പിന്നെ നിരപരാധിയാണ് എന്ന ക്യാപ്ഷൻ അനന്ത് കൊടുത്തതിനോട് മാത്രമേ എനിക്ക് എഗൻസ്റ്റ് ഉള്ളൂ. നൂറ നിരപരാധിയാണ്. നൂറ ഒരിക്കലും നിരപരാധിയല്ല. നൂറ നിരപരാധിയാകും എപ്പോഴെന്നറിയാമോ? അവരുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയി മാപ്പ് പറയുമ്പോൾ. ഈ ബന്ധം അവർ അംഗീകരിക്കും. അവരെ കൊണ്ട് ഞാൻ അംഗീകരിപ്പിച്ച് തരാം. ചലഞ്ചാണ്, ഞാൻ അംഗീകരിപ്പിച്ച് തരാം. പക്ഷെ അതിനൊരു നേക്കുണ്ട്, ഒരു വഴിയുണ്ട്. ഇപ്പം നമ്മൾ മറ്റൊരു മതത്തിൽ നിന്ന് വിവാഹം കഴിക്കുന്നു, മറ്റൊരു പുരുഷൻ്റെ കൂടെ വീട്ടിൽ ഇഷ്ടപ്പെടാത്ത പണം കുറഞ്ഞ ഒരുത്തൻ്റെ കൂടെ പോകുന്നു. ഇതൊക്കെയാണെങ്കിലും വീട്ടുകാരെ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവർക്കത് മനസ്സിലാകും. അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എടുത്തു പറഞ്ഞാൽ ഇത് അംഗീകരിക്കപ്പെടും, ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് മറ്റൊരു ലെവലിലാണ് ഇതവർ ഹാൻഡിൽ ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞത്, അവരെ കൂടെ നിൽക്കുന്നവരാണ് അവരുടെ ശത്രുക്കൾ. അത് അവർക്ക് തിരിച്ചറിയുന്ന ദിവസം ഒരുപാട് വൈകിപ്പോയിരിക്കും. അത്രയേ ഉള്ളൂ. ആദില നൂറ മിസ്റ്റേക്കാണ് ഒരു 100 മാനറിൽ. അതുവരെ ചേർന്ന് നിന്നവരായിരുന്നു അവർ. 26 പേര് എൻട്രി അടിച്ചപ്പോൾ അവർക്കൊപ്പമൊക്കെ നിന്നുകൊണ്ട് അവൾ കാണിച്ച ഒരു രീതി ഉണ്ടല്ലോ. നിങ്ങൾ ഈ ഫോട്ടോയിൽ നോക്കൂ, ആദിലയുടെ ആ മുഖം പോകുന്നത് നോക്കൂ. ശൈത്യ വിരൽ ചൂണ്ടുകയാണ്, ശൈത്യക്ക് വട്ടാണ്. പക്ഷെ അവളോ അത്രയും ദിവസം സുഹൃത്തായിരുന്നല്ലേ, അവിടെ അവൾ റിയാക്ട് ചെയ്യേണ്ട വിധം വേറെ ആയിരുന്നു. ഒരു പക്ഷേ നൂറയെ തള്ളി ആദില മുന്നേറുമായിരുന്നു. കാരണം ആദില മുമ്പ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു വിഷയത്തിന്, അതായത് നെവിൻ പുറത്തേക്ക് പോയ വിഷയത്തിൽ അനുമോള് പേടിച്ച് പതറി ഒരു മൂലയിൽ പോയി നിൽക്കുമ്പോൾ ആദില വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ വിഷയത്തിൽ നിനക്കെതിരെ ആര് സംസാരിച്ചാലും അവർ എന്നെ കടന്നു വേണം സംസാരിക്കുക. അതൊരു ഭയങ്കര സ്റ്റേറ്റ്മെന്റ് ആണ്, ഏറ്റവും നല്ല സപ്പോർട്ടാണ്. സത്യം പറഞ്ഞാൽ പുല്ലരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ രോമാഞ്ചിഫിക്കേഷൻ ഉണ്ടാകുന്ന ഒരു ഡയലോഗാണ് ആദില അതിനകത്ത് പറഞ്ഞത്. അത് സൂപ്പറാണ്. അത് അവിടെ പ്രവർത്തിക്കണമായിരുന്നു. ഇവിടെ ശൈത്യയുടെ വിഷയത്തിൽ, ഇവിടുത്തെ വിഷയം ഇവിടെ സംസാരിച്ചാൽ മതി, നീ പുറത്തു പോയി സംസാരിക്കുക, ഞങ്ങൾ കണ്ടസ്റ്റന്റാണ്, നിങ്ങൾ വെറും ഔട്ടായവരാണെന്ന് ഒരു വാക്ക് അവിടെ പറഞ്ഞിരുന്നെങ്കിൽ ശൈത്യ അവിടെ അടങ്ങിയേനെ, നിർത്തിയേനെ. അനുമോളെ താണ്ടി ആദില കയറിയേനെ, നൂറയെ താണ്ടി ആദില കയറിയേനെ. ആദിലയ്ക്ക് അതിനകത്തുള്ള കാലിബർ ഉണ്ടായിരുന്നു, പക്ഷെ അത് അവർക്ക് ഉപയോഗിക്കാൻ അറിയില്ല. ദാഷ്ട്യം, തൻ്റെ ഇടം, തോന്നിവാസം, വായിൽ വരുന്നത് അത്രയും വൃത്തികേട്, തീട്ടം, വളി, ഇതൊക്കെയാണ് കഥകൾ. പഠിച്ച പെണ്ണല്ലേ. ഇനി ഒരു കാര്യമുണ്ട്, നമ്മുടെ നാട്ടിനെ അപമാനിക്കുന്ന ഒരു വിഷയം കൂടെ ഉണ്ട്. ആദില നാട്ടിൽ പഠിച്ച ശേഷം ഒരു സ്പെസിഫിക് ടൈമിൽ സൗദിയിൽ പോയി പഠിക്കുകയാണ്. അതുകൊണ്ടാണ് അവളെ ഭാഷ അങ്ങനെ ആവുന്നത്. നൂറ ജനിച്ചപ്പോൾ തൊട്ട് അവിടെയാ. അതുകൊണ്ട് ആ കുട്ടിയുടെ ഭാഷ അങ്ങനെ വ്യത്യാസം മനസ്സിലായില്ലേ? അപ്പൊ നാടിനെയാണ് ആളുകൾ കളിയാക്കുക.
ഇത് പറയേണ്ടെന്ന് ഞാൻ വെച്ചതാണ്, പക്ഷെ അതാണ് സത്യം. 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ ആണ് ഈ പെങ്കൊച്ച് സൗദിയിൽ എത്തുന്നത്. അതുവരെ നാട്ടിൽ പഠിച്ച കുട്ടികളുടെ നാക്കിൽ നിന്ന് വരുന്ന അപരാധമാണിത്. മനസ്സിലാക്കുക. അപ്പോൾ അതാണ് പ്രശ്നം. അത് നാട്ടിനെ കുറ്റപ്പെടുത്തുന്നതാണ്, കായ്പോകുന്നുള്ളതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നതാണ്. ഇപ്പോൾ അത് പറയേണ്ട ഒരു അനിവാര്യ ഘട്ടം പറഞ്ഞു. ആദിലയും നൂറയും ബാക്ക് സ്റ്റാബ് അല്ല, ഫ്രണ്ട് സ്റ്റാബാണ് ചെയ്തത്. നെഞ്ചിൽ കുത്തുകയാണ് ചെയ്തത്. അതിനകത്ത് തർക്കമില്ല. അതിനെ വെളുപ്പിക്കാനായിട്ട് പുതിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവന്ന വേസ്റ്റാണ്. ആ കുട്ടിയുടെ കയ്യിലിരിക്കുന്നത് ലിപ്സ്റ്റിക് തന്നെയാണ്. അവൾ എടുത്തുകൊണ്ട് പോകുന്ന ലിപ്സ്റ്റിക് തന്നെയാണ്. കൃത്യമായി അനന്തു വിവരിച്ചിട്ടുണ്ട്. അനന്ത് പറഞ്ഞത് കറക്റ്റാണ്, അവൻ്റെ ആംഗിൾ അത് കറക്റ്റാണ്. പക്ഷെ ആ ക്യാപ്ഷൻ ദാറ്റ് ഈസ് റിയലി റോങ്. നൂറ നിരപരാധി അല്ല. നൂറ എന്ന വ്യക്തി നിരപരാധി അല്ല, 100% ഈ വിഷയം അവക്കറിയാം. അതുകൊണ്ടാണ് എല്ലാവരും കൂടെ വന്ന് ചോദിക്കുമ്പോഴും അനുമോൾ വന്ന് നീ പറ, നിനക്കറിയില്ലേ, നീ പറ എന്ന് പറയുമ്പം അവിടെ നൂറയ്ക്ക് പ്രതികരിക്കാൻ പറ്റുന്നു. പക്ഷെ പ്രതികരിച്ചാൽ ആദില പുറത്ത് നിൽക്കുന്നുണ്ട്. അവൾ കൊലവിളിക്കും അവളെ. പക്ഷേ നൂറ അവിടെ ഒരു നിമിഷം ചിന്തിക്കണമായിരുന്നു, എൻ്റെ പാർട്ട്ണർ ആണെങ്കിലും എനിക്ക് എൻ്റെ സ്റ്റാൻഡിൻ്റെ അത് പറയണം. പല പ്രാവശ്യം അതിനകത്ത് വെച്ച് അവളത് പറഞ്ഞു, നീ ദേഷ്യപ്പെടുന്നത് എനിക്ക് ഇഷ്ടമില്ല, നീ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമില്ല. അവളത് പറയുന്നു, പക്ഷെ പേടിയാ. ഉടനെ അവൾ പറയും നിനക്ക് എന്നെ മനസ്സിലായിട്ടില്ല. ഇതൊക്കെ അവൾ പറയുന്നുണ്ട്. മറ്റുള്ള അടിക്കാൻ കയറും ആദില. പക്ഷെ ആദില നല്ലൊരു പാർട്ട്ണറേ അല്ല നൂറയ്ക്ക്. എന്തുകൊണ്ടെന്നറിയാമോ? നൂറയ്ക്ക് ഫീൽ ചെയ്ത ഒരു വൃത്തികേടിനെ വളരെ നോർമലൈസ് ചെയ്ത് ആ ചെയ്ത വ്യക്തിയോട് സോറി പറഞ്ഞ ആദില എത്ര കാലം നൂറയെ പ്രൊട്ടക്ട് ചെയ്യും? നല്ല ഒരു കൺസേണിലാണ് എങ്കിൽ, നല്ല ഒരു പാർട്ട്ണറാണ് എങ്കിൽ അങ്ങനെ ചെയ്യുമോ? നമ്മളുടെ പാർട്ട്ണർ തെറ്റ് ചെയ്താൽ പോലും നമ്മൾ സപ്പോർട്ട് ചെയ്യും. എന്തുകൊണ്ടാണ്? നമുക്ക് അവരോട് അടങ്ങാത്ത സ്നേഹമുള്ളത് കൊണ്ടാണ്, അല്ലേ? പക്ഷേ ആദില നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ട് നൂറയെ തേച്ചൊട്ടിച്ചിട്ടുണ്ട്. തേച്ചൊട്ടിക്കാന്ന് പറഞ്ഞാൽ നൂറയുടെ ക്യാരക്ടറിനെ നശിപ്പിച്ചിട്ടാണ് ആദില പുറത്തേക്ക് പോയിരിക്കുന്നത്. ഈ ഒരു സാധനം കൂടെ കൊടുക്കുമ്പം ആ നശിപ്പിക്കൽ ഏകദേശം കുഴികൂന്തി മൂടിയത് പോലെയായി. അത്രത്തോളം മോശപ്പെടുത്തിയിട്ടാണ് ആ പെണ്ണ് പുറത്ത് പോയിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് തിങ്, പുറത്ത് നൂറയ്ക്കും നൂറയുടെ ഫാമിലിയും തമ്മിൽ നല്ല രീതിയിൽ പ്രശ്നമുണ്ടാക്കി വെച്ചിട്ടുണ്ട് ആദില. പക്ഷേ ആദിലേക്ക് തെറ്റിയത് എവിടെയാണെന്ന് അറിയാമോ? കാലങ്ങളോളം കാത്തിരുന്ന് കയ്യിലേക്ക് കിട്ടിയ കനിയാണ് ഈ കുഞ്ഞ്. ആ വീട്ടുകാരുടെ, അവരുടെ പൊന്നുമോളാണ്. അവർക്ക് നല്ല സ്നേഹമാണ് ആ കുട്ടിയെടുത്ത്. ഒരു രീതിയിലും അവരതിനെ തള്ളി പറയുന്നില്ല. അവർക്ക് ആ കുട്ടിയോട് ഒരു വെറുപ്പുമില്ല. പക്ഷേ ഒരു വിഷത്തിന്റെ കൂടെ ജീവിക്കുന്നത് തെറ്റാണെന്ന് മാത്രമാണ് പറയുന്നത്. അവരിതിനെ എതിർക്കുന്നില്ല. ആരോ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. എനിക്ക് ബോധ്യപ്പെട്ടതാണ്, ഞാൻ സംസാരിച്ചതാണ് അവരുടെ അടുത്ത്. എന്നോട് അവർ തുറന്നു പറഞ്ഞ കാര്യമാണ്. അവരത് അംഗീകരിക്കുന്നു. പക്ഷേ ആദില ഒരു വിഷമാണ്. അവരുടെ കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും വൾഗർ ലാംഗ്വേജ് ആണ് അവൾ ഉപയോഗിക്കുന്നത്. ആ വൾഗർ ലാംഗ്വേജ് ഉപയോഗിക്കുന്ന ഒരു കൂട്ടുകാരിയുമായി നീ കൂടരുതെന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. ലെസ്ബിയൻസ് അവർക്ക് അറിയത്തില്ല. അവർക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം അവരെന്തിനാണ് എതിർക്കുന്നത്? അവരുടെ വാപ്പ ഒരു സാധു മനുഷ്യനാണ്. അവരുടെ ഉമ്മ അതിനേക്കാൾ സാധുവാണ്. എൻ്റെ മകൾ ഇതുപോലെ പോയാൽ ഞാൻ അവിടെ ചെല്ലും, കാലുമടക്കി അടിക്കും, കല്ലെടുത്തെറിയും, നല്ല ഫസ്റ്റ് ക്ലാസ് തല്ലു കൊടുക്കും. ഇടയ്ക്ക് ദേഷ്യം വരുമ്പോൾ കഴുത്തി പിടിച്ച് ഞെക്കാറുണ്ട് ഞാൻ, ദേഷ്യം വരുമ്പോൾ. പക്ഷെ അതിനകത്ത് ഒരു പിടുത്തുണ്ടാവും, അതെൻ്റെ പൊന്നുമോന ഇല്ലേ? അത് എല്ലാ വീട്ടുകാരും ഉണ്ടാവുന്നേ. ഞാനെന്തിനാ കരയണേന്ന് എനിക്കറിയില്ല. പക്ഷെ ഐ ഫീൽ റിയലി സോറി ഫോർ ദാറ്റ് ഫാമിലി. നമ്മളുടെ വീട്ടിലുള്ള ഒരു കുട്ടി പുറത്തേക്ക് വന്ന് നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ ആ കുടുംബം അനുഭവിക്കുന്ന വേദന എന്തെന്ന് നിങ്ങൾ കുറച്ച് നേരം ആലോചിച്ചാൽ മനസ്സിലാവും. വളരെ വേദന തോന്നിയ ഒരു കാര്യമാണ്. ആ കുട്ടികളെ വൃത്തികെട്ട കരങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തതിൻ്റെ ക്രെഡിറ്റ് ആദിലേക്കാണ്. നിങ്ങൾ രണ്ടുപേരും നശിപ്പിക്കുന്ന നിങ്ങളുടെ ജീവിതമാണ്. നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. നിങ്ങളെ അംഗീകരിക്കും സമൂഹം, അക്സെപ്റ്റ് ചെയ്യും സമൂഹം. പക്ഷെ നിങ്ങളുടെ കയ്യിലിരിപ്പും നിങ്ങളുടെ തെരഞ്ഞെടുപ്പും നിങ്ങളുടെ പ്രവൃത്തി ദോഷവും നിങ്ങളുടെ നാക്കുമാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റി നിർത്തുന്നത്. നിങ്ങൾ ആര് സപ്പോർട്ട് ചെയ്താലും അവരെ നാണം കെടുത്തും. നിങ്ങൾ എത്ര വലിയ കെട്ട സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾ പറഞ്ഞത്, വൃത്തികെട്ട കാഴ് ഇറക്കരുത് എന്ന്. LGBTQ കമ്മ്യൂണിറ്റി വൃത്തികെട്ടതാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ആരാണ് പറഞ്ഞത് അവർ വൃത്തികെട്ടവരാണ്? അത് ജനറ്റിക് ഇഷ്യൂ ആണ്. അത് അങ്ങനെ സംഭവിച്ച വ്യക്തികളെ നിങ്ങൾ കണ്ടിട്ടില്ല, അവർക്കൊപ്പം നിങ്ങൾ ജീവിച്ചിട്ടില്ല, അവരനുഭവിക്കുന്ന ദുരിതം നിങ്ങൾ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. അത് വൃത്തികെട്ട കാടാണോ ആദില? അത് വൃത്തികെട്ട കാടാണോ? ആ കുട്ടികൾ അനുഭവിക്കുന്ന സമൂഹത്തിൽ അവർ നേരിടുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് നിനക്ക് അറിയുമോ? നാദിറ മെഹറിന് ഇന്നും ഒരു പോസ്റ്റ് ഇട്ട ഫേസ്ബുക്കിൽ വരുന്ന കമന്റ്സ് നിങ്ങൾ കണ്ടു നോക്കാം. കുണ്ടൻ, മറ്റത് മറിച്ചത്, തൂക്കിയിട്ടുണ്ട് നടക്കുന്നത്, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നുണ്ടെന്ന് അറിയാമോ? അവരെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ പോയപ്പോൾ ഒരു വാക്ക് അവർക്ക് വേണ്ടി സംസാരിക്കാൻ നിങ്ങൾക്കുണ്ടായിരുന്നോ? കുടിലതയും കുശാഗ്രതയും അസൂയയും മാത്രമേ നിങ്ങൾ അവിടെ പ്രതിഫലിപ്പിച്ചുള്ളൂ. നിങ്ങൾ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ലെങ്കിൽ നിങ്ങൾ എന്ത് വാഴയ്ക്ക് അവിടെ പോയി? സെൽഫിഷ്. ഈ സെൽഫിഷ്നെസ് നിങ്ങളെ കുഴിയിൽ കൊണ്ട് ചാടിക്കും. പൊതുസമൂഹത്തിൽ നിങ്ങൾ ഒറ്റപ്പെടും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കും ഞാൻ പറയുന്നതിൻ്റെ ഡെപ്ത് എന്താണെന്ന്. നല്ല രീതിയിൽ കരുതലോടുകൂടി നിങ്ങളെ സംരക്ഷിക്കുന്ന കരങ്ങളിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടാൽ നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ആകും. പക്ഷെ അത് നിങ്ങൾ തയ്യാറാകില്ല എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞ കാര്യമാണ്. ആദിലയും നൂറയും ചെയ്ത തെറ്റിന്റെ ഡെപ്ത് എന്താണെന്ന് അവിടെ പൊട്ടിക്കരഞ്ഞ് മരിച്ചാൽ മതിയായിരുന്നു എന്ന് അനുമോൾ പറയുന്നിടത്ത് ആ ഒരു പോർഷനിലുണ്ട്. ഒരു വ്യക്തി സ്വയം നശിപ്പിക്കപ്പെടണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാണവേദനയുടെ അലറിക്കരയുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയവൻ്റെ വൃത്തികേട് എത്രത്തോളമാണെന്ന് ചിന്തിക്കുന്നവനിക്ക് ദൃഷ്ടാന്തമുണ്ട്. താങ്ക് യു. കൂടുതലിരുന്നാൽ കൂടുതൽ വഷളാവും. അതുകൊണ്ട്